നാട്ടിൽ നിന്നും അവധി കഴിഞ്ഞെത്തിയ ഉടനെ UK-യിൽ കുഴഞ്ഞു വീണ് മരിച്ച മലയാളി നേഴ്സിന്റെ ഭർത്താവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. വോർസെറ്റ്ഷെയറിലെ റെഡിച്ചിൽ ഞായറാഴ്ച രാവിലെ 11-ന് കുഴഞ്ഞു വീണ് മരിച്ച സോണിയ സാറ ഐപ്പിന്റെ ഭർത്താവ് കോട്ടയം പനച്ചിക്കാട് ചോഴിയക്കാട് വലിയ പറമ്പിൽ വീട്ടിൽ അനിൽ ചെറിയാനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അലക്സാണ്ട്ര NHS ആശുപത്രിയിലെ നേഴ്സായിരുന്ന സോണിയ കാലിന്റെ സർജറി സംബന്ധമായി 10 ദിവസം മുൻപാണ് നാട്ടിൽ പോയിരുന്നത്. സർജറിക്ക് ശേഷം UK-യിലേക്ക് ഞായറാഴ്ച രാവിലെ 10:30-യോടെയാണ് എത്തിയത്. തുടർന്ന് 1 മണിക്കൂറിന് ശേഷം വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് മാനസികമായി തകർന്നിരുന്ന ഭർത്താവ് അനിലിനെ ആശ്വസിപ്പിക്കാൻ റെഡിച്ചിലെ മലയാളി സമൂഹം ഏറെ പ്രയാസപ്പെട്ടിരുന്നു. 2.5 വർഷം മുൻപാണ് സോണിയയും കുടുംബവും UK-യിലെത്തിയത്. ചൊവ്വാഴ്ച രാവിലെയാണ് ഇവരുടെ താമസ സ്ഥലത്തിനടുത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലത്ത് അനിലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെയോടെ മക്കൾ ഇരുവരും ഉറങ്ങവെ വീടിന് പുറത്തുപോയ ശേഷമാകാം അനിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം. താൻ ഭാര്യ സോണിയയുടെ അടുത്തേക്ക് പോകുകയാണെന്നും മക്കളെ നോക്കണമെന്നും വ്യക്തമാക്കിയുള്ള സന്ദേശം സുഹൃത്തുക്കൾക്ക് അയച്ച ശേഷമായിരുന്നു അനിൽ ജീവനൊടുക്കിയത്. ഇത് കണ്ട സുഹൃത്തുക്കളും അയൽവാസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം വീടിന് പിറകുവശത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും മരണത്തെ തുടർന്ന് മക്കളായ ലിയ, ലൂയിസ് എന്നിവർ അനാഥരായി. മരണവിവരം അറിഞ്ഞ് അനിലിന്റെ ബന്ധുക്കളിൽ ചിലർ റെഡിച്ചിൽ എത്തിയിട്ടുണ്ട്. മക്കൾ തൽക്കാലം ഇവരുടെ സംരക്ഷണയിൽ തുടരും. സംസ്കാരം പിന്നീട്.